വലുപ്പമുള്ള നക്ഷത്രങ്ങള്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട്, ഇത് നോട്ട് ചെയ്ത് മനസ്സ് കുറിച്ച് എല്ലാ കൂട്ടുകാരോടും ചോദിക്കേണ്ട ഒരു ചോദ്യം. സൂര്യൻ എന്തെങ്കിലും ഒരു മൈക്രോ സെക്കൻഡ് പോലും അതിന്റെ ഡ്യൂട്ടിയിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടോ? 6:30 ഉദിക്കേണ്ട സൂര്യൻ 5:40 ഉദിക്കേണ്ട സൂര്യൻ 5:39 ഉദിക്കുകയോ 5:45 ഉദിക്കുകയോ ചെയ്തിട്ടുണ്ടോ ലോക ചരിത്രത്തില്? ഞാൻ ചോദിക്കട്ടെ, 13 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനെ ഇന്ന് വരെ ആ നിയന്ത്രണത്തിൽ ഒരു കണിശത വ്യത്യാസമില്ലാതെ വശംസു തജ്രീ മുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില, സൂര്യൻ അതിന്റെ നിശ്ചിത പദമേഖലകളിലൂടെ ഓർബിറ്റലുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. വകുല്ലും ഫീ ഫലഖിൻ യസ്ബഹൂൻ, അത് അതിന്റെ ഭ്രമണമണ്ഡലത്തിൽ നീന്തി തുടിക്കുന്നു. 36-ാം അധ്യായം 38, 39, 40 വചനങ്ങളാണ്. ഒന്ന് ആലോചിച്ചേ, ഈ സൂര്യനെ ഇത്ര കണിശമായി നിയന്ത്രിക്കുന്ന 13 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനെ നിയന്ത്രിക്കുന്ന, അതിന്റെ 10 ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രങ്ങളെ നിയന്ത്രിക്കുന്ന ഈ ഗാലക്സിയെ, സൗരയുധത്തെ, ഈ മഹാപ്രപഞ്ചത്തെ, 10,000 കോടി നക്ഷത്ര കുടുംബങ്ങളുള്ള 10,000 കോടി നക്ഷത്ര കുടുംബത്തെ ഒരു തെറ്റും പറ്റാതെ നിയന്ത്രിക്കുന്ന പടച്ചോനോടാണോ ഇത്തിരി പോന്ന ഈ കൈപ്പിടി വലുപ്പത്തിൽ പോന്ന നെഞ്ചിനെ വേദന വരുമ്പോ വിരീശേ വമ്പറം തങ്ങളെ, ഉള്ളാളം തങ്ങളെ, ശ്രീരാമ എന്ന് വിളിക്കുന്നത്? ശ്രീരാമന്റെ ഹൃദയം പോലും നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. മുഹമ്മദ് നബിയുടെ ഹൃദയം നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിന്റെ മിടിപ്പ് പോലും നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഞാൻ ചോദിക്കുന്നത്, 13 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനെയും അതിന്റെ 10 ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്നതിൽ ഒരു അപാകതയും സംഭവിച്ചിട്ടില്ലാത്ത പടച്ചോനെ നമ്മളെ ഏൽപ്പിക്കുന്നതാണോ ബെറ്റർ? അല്ല സ്വന്തം ഹൃദയത്തെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത മനുഷ്യരെ നമ്മളെ ഏൽപ്പിക്കുന്നതാണ് ഏതാണ് ഉത്തമം? നിങ്ങൾ ചിന്തിക്കും. ഹജ്ജിന്റെ സമയത്ത് മുസ്ലിം സമുദായം വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഉസ്താദ് പറഞ്ഞു കൊടുക്കും, എന്ത്? മമ്പറും ദർഗം സന്ദർശിക്കാതെ പോകല്ലേ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള പ്രാർത്ഥന പറയാൻ ചിലപ്പോൾ ഉസ്താദ് മറന്നുപോയിട്ടുണ്ടാവും. പക്ഷെ മമ്പറത്ത് പോകാതെ നീ മറക്കരുതേ. എന്താ മമ്പറം? പടച്ചോനേക്കാൾ ശ്രേഷ്ഠനായ ആരോ ഒന്നുണ്ട് അയാളെ കണ്ണിൽ. ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന റബ്ബിന്റെ മുമ്പിൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, പടച്ചവനെ എല്ലാറ്റിനും കഴിവുള്ള ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ആ ഉന്നതനായ പടച്ചതമ്പുരാന്റെ, മാലിക്കുൽ മുലൂക്കായ രാജാതിരാജനായ പടച്ചതമ്പുരാൻ ഈ 7-14 ലോകങ്ങളെയും നിയന്ത്രിക്കുന്ന, സപ്തസാഗരങ്ങളെയും സപ്താകാശത്തെയും സപ്തഭൂമിയെയും നിയന്ത്രിക്കുന്ന, ആകാശത്തിന്റെ വിഹായസിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളെയും മരുഭൂമിയിലെ ഏതോ ഒരു ഡെസേർട്ടിൽ ഒരു മണൽത്തരിക്ക് സ്ഥാനചലനം ഉണ്ടാകുന്നുവെങ്കിൽ അതറിയുന്ന, കറുത്ത കൂരിരുട്ടുള്ള രാത്രിയിൽ കരിമ്പാറക്കടിയിലൂടെ അരിച്ചു നീങ്ങുന്ന കറുത്ത ഉറുമ്പിന്റെ കറുത്ത കാലടിപ്പാടുകൾ പോലും വ്യക്തമായും സൂക്ഷ്മമായും അറിയുന്ന, സാഗരത്തിന്റെ ഉള്ളുകളിൽ അന്ധകാരങ്ങളിൽ നീണ്ടു തുടിക്കുന്ന മത്സ്യത്തിന്റെ ചെകളകൾ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആ പടച്ചതമ്പുരാനെ വിട്ട്, ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ വിട്ട്, അത്ഭുതങ്ങളുടെ കലവറയായ ഈ മഹാപ്രപഞ്ചത്തെ സംവിധാനിച്ച നാഥനെ വിട്ട് മനുഷ്യരെ ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി, ഇതൊക്കെ അല്ലാഹ് സൃഷ്ടിച്ചാൽ അല്ലാഹ്ക്ക് പുറമെ വേറെ ആരെങ്കിലും സൃഷ്ടിച്ച വല്ല വസ്തു ഉണ്ടോ? ലം യഖ്ലുഖു ദുബാബ, വല്ലാത്തൊരു ചിന്തയാണ്. ലം യഖ്ലുഖു ദുബാബ, ഒരു ഈച്ചയെ പോലും അവർ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഈച്ചയെ സൃഷ്ടിച്ച ഒരാൾ, ശ്രീരാമൻ സൃഷ്ടിച്ച ഈച്ച, മുഹമ്മദ് നബി സംവിധാനിച്ച കാള സൃഷ്ടിച്ച ഇന്നത് ഇല്ല. ലം യഖ്ലുഖു ദുബാബ, ഒരു ഈച്ചയെ പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല. ഖുർആൻ കുറെ കൂടെ മുന്നോട്ട് പോയി. വിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം 13-ൽ ഒരു ചോദ്യം, എന്താ? മാ യംലികുന മിൻ കിത്മീർ, വല്ലാത്തൊരു ചോദ്യമാണ്. അറബികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു ചോദ്യം. മാ യംലികുന മിൻ കിത്മീർ, ഒരു ഈത്തപ്പന കുരുല്ലേ, ആ കുരുവിന്റെ മുകളിലുണ്ട ഒരു നേർത്ത സ്ഥലം പാട, ആ പാടയെ പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. അതുപോലും നിങ്ങൾ നോക്ക്, ലോകത്ത് നമ്മളൊരു ഫ്രൂട്ട്സ് എടുത്തിട്ട് കയ്യിൽ വെക്കുക, ഒരു റോബസ്റ്റ പഴം, ആ പഴം എടുത്തിട്ട് അതിന്റെ തൊലി ഉരിയുമ്പോ അതിന്റെ മാംസം ഉണ്ടല്ലോ അതിന്റെ ഉള്ളിലെ, എന്തുകൊണ്ടാ പടച്ചോൻ ഉണ്ടാക്കിയത്? നിങ്ങളൊന്ന് ചിന്തിച്ചു, എന്താണത്? ഓരോ പഴത്തിന്റെയും ടേസ്റ്റും ആകൃതിയും നിറവും മുഖ്തലിഫൻ അൽവാനുഹു കദാലിക ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. മനുഷ്യകുലമേ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ സിട്ടാവിന്റെ സിദ്ധിയെ കുറിച്ച്? ലോകത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ, ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തുആമി അന്ന സബബനൽ മാഅ സബ്ബ സുമ്മ ശഖഖനൽ അർള ശഖ ഫഅംബത്നാ ഫീഹാ ഹബ്ബൻ വൈനബൻ വഖലബൻ വസൈതൂനൻ വനഖ്ല വഹദായിക ഉൽബ വഫാകിയതൻ വഅബ്ബ മതഅ ലക്കും വലിഅൻആമിക്കും. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വ്യത്യസ്ത
വ്യത്യസ്തത തന്നെ മനുഷ്യരെ എന്തൊരു ടേസ്റ്റാണ്, എന്തൊരു രുചിയാണ്. ആരിതിനെ ടേസ്റ്റ് ഉണ്ടാക്കി, ആരിതിനെ സംവിധാനിച്ചു? വഫിയം ഫുസിക്കും അഫലാ തുബ്സിറൂൻ. നമ്മുടെ ശരീരം തന്നെ അത്ഭുതങ്ങളുടെ കലവറ. നമ്മുടെ പെരുവിരല് ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇലാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. ഒരു അത്ഭുതം എന്താണെന്നറിയോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. അത്ഭുതം, ലോകത്ത് ഈ വചനം ഇറങ്ങുന്നത് വരെയുള്ള ഒരൊറ്റ മനുഷ്യന്റെ വിരലടയാളവും പിന്നെ ജനിക്കുന്ന ഒരു മനുഷ്യന്റെ വിരലടയാളവുമായി സാമ്യതയില്ല. ഇനി ലോകത്ത് ജനിക്കാനിരിക്കുന്ന ഒരു മനുഷ്യന്റെ വിരലടയാളത്തിനും ഇന്നല്ല സൃഷ്ടിച്ച മനുഷ്യരുടെ വിരലടയാളവുമായി വ്യത്യാസമില്ല. നിങ്ങൾ നോക്ക്, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഹാറൂൺ റഷീദിന്റെ ഭരണകാലഘട്ടത്തിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഇനി ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ച് ഇമാം മാലിക്കിനോട് ചോദിച്ച മാലിക് ഇമാം പറഞ്ഞു, മനുഷ്യന്റെ ശബ്ദം തന്നെ ദൈവത്തിന്റെ അത്ഭുതങ്ങളുടെ കലവറയാണ്. നിങ്ങൾ നോക്കേ, എന്റെ വീടിന്റെ ഡോറിന്റെ മുമ്പിൽ 12 മണിക്ക് ചെന്നിട്ട് ഞാൻ മുട്ടാറുണ്ട്. എന്റെ വീട്ടിന്റെ ഡോറിന്റെ മുമ്പിൽ ചെന്നിട്ട് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ ഞാൻ ആരാന്ന് ചോദിക്കവള്, ഞാനാണ്. എന്റെ ശബ്ദം അവൾക്ക് തിരിച്ചറിയാം. അവിടെ വരുന്ന എല്ലാ പുരുഷന്റെയും ശബ്ദം എന്റേതാണെങ്കിൽ എന്റെ ഭാര്യയുടെ അവസ്ഥ എന്താണ്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ലോകത്തുള്ള മനുഷ്യന്റെ ശബ്ദവ്യത്യാസങ്ങൾ, നിറവ്യത്യാസങ്ങൾ, അവന്റെ രാഗവ്യത്യാസങ്ങൾ എല്ലാം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തെ പറ്റി പറയുന്നത് അമറാത്തി ഇലയെ കുറിച്ചാണ്. അമറാത്തി ഇല പിന്നെ പുഴു തിന്നുന്നു, അതിൽ നിന്ന് പട്ടുനൂലുണ്ടാകുന്നു. അതേ ഇല ആടും പശുക്കളും മാടുകളും തിന്നുന്നു, കാഷ്ടവും ചാണകവും ഉണ്ടാകുന്നു. അതേ ഇല തേനീച്ച തിന്നുന്നു, അതിൽ നിന്ന് തേനുണ്ടാകുന്നു. അതേ ഇല മറ്റു ജീവികൾ തിന്നുന്നു, അതിൽ നിന്ന് മറ്റൊരു വസ്തു ഉണ്ടാകുന്നു. കസ്തൂരിമാൻ അത് തിന്നുന്നു, അതിൽ നിന്ന് കസ്തൂരി ഉണ്ടാകുന്നു. എന്താണ് ഈ വ്യത്യാസം? ഒരേ വെള്ളവും വളവും നൽകിയ ചെടികളിൽ എല്ലാം വ്യത്യസ്തം, ടേസ്റ്റുകൾ വ്യത്യസ്തം. ഇങ്ങനെ സംവിധാനിച്ചൊരു സംവിധായകനെ, ലോകത്തിന്റെ സൃഷ്ടാവിനെ ഗൗരവമായ ചർച്ചയ്ക്ക്, പഠനത്തിന് വിധേയമാക്കുകയാണ് യഥാർത്ഥത്തിൽ ഖത്തർ മുസ്ലിം ഇസ്ലാഹി സെന്റർ നിച്ച് ഓഫ് ട്രൂത്തിന്റെ കെയർ ഓഫിൽ. നമ്മളൊന്ന് നോക്ക്, നമ്മുടെ ആരാധ്യനൊന്ന്, നാം ഒന്ന്, നമ്മുടെ ആരാധ്യനൊന്ന് എന്ന മൗലികമായ വിഷയത്തിലൂടെ. അപ്പൊ ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ദൈവം ഒന്ന്, ഏകൻ. ആ ഏകനായ ദൈവത്തിന്റെ അടിമകളാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെന്ന ഉന്നതമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിലേക്ക് ലോകത്തെ മുഴുവനും നമ്മൾ കൊണ്ടുവരിക. നമുക്ക് ക്രൈസ്തവരോട്, ഹൈന്ദവരോട് എല്ലാം വേദക്കാരെ നിങ്ങൾ വരൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവരെയും ക്ഷണിക്കാനുള്ളത് ഈ കാര്യത്തിലേക്കാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനിലെ 64-ാമത്തെ അധ്യായം, വലാ തുജാദിലു അഹ്ലൽ കിതാബ് ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹി അലാ ബസീറത്തിൻ. അതെ, ഹദാ ബലാഉൽ ലിന്നാസ് വലിയുൻദറു ബിഹി വലിയഅലമു അന്നമാ ഹുവ ഇലാഹുൻ വാഹിദ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഇങ്ങനെ ഖുർആൻ പറയുന്ന ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കാൻ 41-ാം അധ്യായം 33-ാമത്തെ വചനം, 12-ാം അധ്യായം 108-ാമത്തെ വചനം, 14-ാം അധ്യായം 52-ാമത്തെ വചനം. അതുപോലെ തന്നെ ഖുർആനിൽ നിന്ന് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം 159, 160 വചനങ്ങൾ, ഖുർആനിലെ 16-ാം അധ്യായം 125, ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസൻ വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. മനുഷ്യരോട് ഏറ്റവും നല്ല ഗുണകാംക്ഷയോടെ, തത്വദീക്ഷിതയോടെ അവരെ ചിന്തിപ്പിച്ചുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ ഗൗരവമായിട്ട്, ഞാൻ എൻ്റെ വിഷയത്തെ കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, ലോകത്തിൽ ലക്ഷോപലക്ഷം അനുയായികളെ പരിചയമുള്ളവരാണ് നമ്മൾ. ലോകത്തോട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയുമ്പോൾ നബിയുടെ ജീവിതത്തിലെ ഏറ്റവും ഗംഭീരമായ ഒരു സന്തോഷം എന്താ? ജനങ്ങൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി വരുന്നത് കണ്ട് നിർവൃതിയടഞ്ഞ് മരിച്ച മനുഷ്യനാണ് റസൂല്. ഈ ഇരിക്കുന്ന ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ആബാലവൃദ്ധം ജനങ്ങളോട്, നിറഞ്ഞു നിൽക്കുന്ന ഈ ഓഡിറ്റോറിയത്തിലെ പുരുഷാരവത്തോട് ഞാൻ ചോദിക്കുന്നു, നമ്മുടെ ദഅവത്തിലൂടെ എത്ര പേർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്? മാർമഡ്യൂക്ക് പിക്താൾ, ലോകപ്രസിദ്ധനായ മാർമഡ്യൂക്ക് പിക്താൾ ഇസ്ലാം സ്വീകരിച്ചത് ഒരു വീട്ടു ജോലി ചെയ്യുന്ന ഒരു വീട്ടു വേലക്കാരനിൽ നിന്നാണ്. ആ വേലക്കാരനെ അവന്റെ യജമാനൻ തല്ലുന്നത് കണ്ട് മാർമഡ്യൂക്ക് പിക്താൾ ഓടി ഇറങ്ങി കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന്, മോനെ നീ എന്തിനാ ഈ തല്ലുകൊള്ളുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തിനാ മോനെ നീ തല്ലുകൊള്ളുന്നത്? അവൻ പറഞ്ഞു, ഞാനൊരു മുസ്ലിമാണ്,
സ്വാഭാവികമായും എന്റെ യജമാനനോട് ഞാൻ ഒരല്പം പണം കടം ചോദിച്ചിരുന്നു. എന്റെ യജമാനന് കൃത്യ ഡേറ്റിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ തല്ലുന്നത്. എനിക്ക് കായബലമുണ്ട്, കരബലമുണ്ട്, എനിക്ക് അയാളോട് പ്രതിഷേധിക്കാമായിരുന്നു. പക്ഷെ ഒരേ സമയത്ത് രണ്ട് തെറ്റ് ചെയ്യരുത് എന്നതുകൊണ്ടാണ് ഞാൻ എന്റെ കൈകളെ സൈലന്റ് ആക്കി നിർത്തിയത് എന്ന് പറഞ്ഞ് മാർമിടുക്കിപ്പിച്ചാൽ ഈ കുട്ടിയിൽ ആകൃഷ്ടനായി ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിന് വേണ്ടി ഖുർആൻ പരിഭാഷ എഴുതി. പിന്നീട് ലോകത്ത് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ ഖുർആനിലൂടെ ഇസ്ലാം സ്വീകരിച്ചു. പക്ഷേ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത് ഒരു വീട്ടുജോലിക്കാരിലൂടെ ആയിരുന്നു എന്ന വസ്തുത നമ്മൾ മറക്കരുത്. ഒരു അറാബി ചോദിക്കുന്നുണ്ട്, ഒരു അറാബിയോട് ഒരാൾ നിരീശ്വരവാദി ചോദിച്ചു, എന്താ പടച്ചോനുണ്ട് തെളിവ്? അദ്ദേഹം ചോദിച്ചു, ആ കാണുന്നത് എന്താന്ന് ചോദിച്ചു. അത് ചാണകമാണ്. അത് എന്തിട്ടതാ? അത് ഒട്ട